സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം സർക്കാർ ഇന്ന് പുറത്തിറക്കാൻ പോവുകയാണ്. രാവിലെ മന്ത്രിസഭാ യോഗം ചേർന്ന് അംഗീകരിക്കുന്ന ധവളപത്രം നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കും. വരവ് ചെലവ് കണക്കുകളും സാമ്പത്തിക പരിഷ്കരണത്തിൻ്റെ നിർദ്ദേശങ്ങളും ധവളപത്രത്തിൽ ഉണ്ടാകും. കിഫ്ബിയുടെ മുന്നോട്ടുള്ള പോക്കിലും വ്യക്തത വരുത്തും. അതുപോലെ KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രയിലെ വിശദാംശങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കും. ഓർഡിനറി ഫാസ്റ്റ് ബസ്സുകളിലടക്കം യാത്ര സൗജന്യമാക്കും. കൂടുതൽ വിവരങ്ങളുമായി അൺഫിൽഡ് ഡിസൂസ ചേരുകയാണ്. അൺഫിൽഡ്, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി, നിലവിലെ സാമ്പത്തിക സ്ഥിതി അത് എങ്ങനെയാണ്? ഖജനാവ് ശൂന്യമാണ് അങ്ങനെയൊക്കെ പറയാറുണ്ടെങ്കിലും അതിൻ്റെ ഒരു വ്യക്തമായൊരു ചിത്രം അത് ഇന്നിപ്പോൾ മേശപ്പുറത്ത് വയ്ക്കുന്ന സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്ന ധവളപത്രത്തിൽ നിന്നും മനസ്സിലാക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലേ? മായ, തീർച്ചയായും. കാരണം സംസ്ഥാനത്ത് എല്ലാവരും കാത്തിരിക്കുന്നത് ഇന്ന് പുറത്തിറക്കുന്ന സംസ്ഥാനത്തിന്റെ ധവളപത്രമാണ്. കാരണം ഈ വി.ഡി. സതീശൻ സർക്കാർ അധികാരമായിട്ട് വന്ന് തന്നെ പറഞ്ഞതാണ് ധവളപത്രം പുറത്തിറക്കുമെന്ന്. കാരണം ഒരു സംസ്ഥാനം 10 വർഷത്തിന് ശേഷം വേറൊരു മുന്നണി ഭരണത്തിൽ വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ 10 വർഷം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഏത് രീതിയിലാണ് മുന്നോട്ട് പോയതും കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക വിവേചനമെന്ന് ഇടതുമുന്നണി ആക്ഷേപവും ആരോപണവും ഉന്നയിച്ചതും കോടതിയിൽ വരെ കേസായി പോയതും പലപ്പോഴും സാമ്പത്തികമായ പ്രതിസന്ധിയെ തുടർന്ന് പലപ്പോഴും പല പദ്ധതികൾ വെട്ടിച്ചിരുന്നു, ട്രഷറി സ്തംഭനം ഉണ്ടാകുന്നു. അങ്ങനെ നിരവധി സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അറിയാം, സാമ്പത്തികമായി കേരളത്തിന്റെ അവസ്ഥ മെച്ചമല്ല. സാമ്പത്തിക ഞെരുക്കത്തിലൂടെയും സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയുമായിരുന്നു കഴിഞ്ഞ 10 വർഷമൊക്കെ തന്നെ കടന്നുപോയത്. വിവിധ കാരണങ്ങളാണ്. അത് ഭരണമുന്നണിയായാലും പ്രതിപക്ഷത്തിരുന്ന പാർട്ടിയായാലും ഒക്കെ തന്നെ ഇക്കാലം അത്രയും പറഞ്ഞുകൊണ്ടേയിരുന്നത്. അപ്പോൾ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഭരണം മാറി വരുമ്പോൾ നിജസ്ഥിതി എന്താണെന്ന് അറിയാൻ പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്ന് ധവളപത്രം പുറത്തിറക്കുമെന്ന് തന്നെ സർക്കാർ ധൈര്യപൂർവ്വം പറഞ്ഞു. ആ ധവളപത്രമാണ് ഇന്ന് പുറത്തിറങ്ങുന്നത്. നമുക്കറിയാം, ക്യാബിനറ്റ് സെക്രട്ടറി ഒക്കെ ആയിരുന്ന സാമ്പത്തിക വിദഗ്ധൻ KM ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള സമിതിയെ വെച്ച് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഇതിനോടകം തന്നെ സർക്കാർ പഠിച്ചു കഴിഞ്ഞു. ആ വിദഗ്ധ സമിതി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ധവളപത്രം ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. രാവിലെ 8 മണിക്ക് മന്ത്രിസഭാ യോഗം ചേരുന്നു. ഈ ധവളപത്രത്തിന് അംഗീകാരം നൽകും. അതിനുശേഷം നിയമസഭയിൽ ഇത് മേശപ്പുറത്ത് വെക്കുന്നത് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി V.D. സതീശൻ തന്നെയാണ് നിയമസഭയിൽ ഇത് മേശപ്പുറത്ത് വെക്കുന്നത്. അപ്പോഴാകും ഇതിൽ എന്താണ് ഈ ധവളപത്രത്തിൽ സർക്കാർ പറയുന്നത്. സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷം ഉണ്ടാകുന്ന ധനവിനിയോഗത്തിന്റെ കൃത്യമായൊരു കണക്ക് ഈ ധവളപത്രത്തിൽ ഉണ്ടാകും. അതായത് ആഭ്യന്തരമായ സംസ്ഥാനത്തിന്റെ വരുമാനം എത്രയായിരുന്നു, ആഭ്യന്തര നികുതിയിൽ എവിടെയെങ്കിലും നികുതി പിരിവിൽ എത്രത്തോളം കാര്യക്ഷമമായിരുന്നു, നികുതി പിരിവിൽ എവിടെയെങ്കിലും ചോർച്ചയും വീഴ്ചയും വന്നിട്ടുണ്ടോ, ഇനി സംസ്ഥാനത്തിന്റെ സാമ്പത്തികമായി നീക്കിയിരിപ്പ് എത്രയാണ്, ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. മാത്രമല്ല, ഈ 10 വർഷം സാമ്പത്തികമായി തന്നെ സർക്കാരിനുണ്ടായിരുന്ന സാമ്പത്തിക നയങ്ങളിലുണ്ടായിരുന്ന വീഴ്ചകളടക്കം ചൂണ്ടിക്കാട്ടും. കേന്ദ്രത്തിൽ നിന്നുള്ള സാമ്പത്തികമായ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക വിഹിതമൊക്കെ ഒരു സംസ്ഥാനം എന്ന നിലയിലും അല്ലാതെയുമൊക്കെയുള്ള സാമ്പത്തികമായ പദ്ധതികളും പാക്കേജുകളും കേന്ദ്രത്തിൽ ഈ 10 വർഷം എങ്ങനെ ഏത് രീതിയിൽ കിട്ടി, അത് എങ്ങനെയൊക്കെ സംസ്ഥാനം വിനിയോഗിച്ചു, എവിടെയൊക്കെയാണ് അതിൽ വീഴ്ച വന്നത്, ഒപ്പം കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതങ്ങൾ കിട്ടുന്നതിൽ ഏതെങ്കിലും രീതിയിൽ കുറവ് വന്നിട്ടുണ്ടോ, ഇതടക്കമുള്ള എല്ലാ വിശദാംശങ്ങളും ഈ ധവളപത്രത്തിലുണ്ടാകും. ഇനി എങ്ങനെ മുന്നോട്ട് പോകാൻ സർക്കാരിന് പറ്റും, സാമ്പത്തിക പരിഷ്കരണ നിർദ്ദേശങ്ങൾ അടക്കം തന്നെ ഈ ധവളപത്രത്തിൽ ഉണ്ടാകും. അതിനിടയ്ക്ക് ഈ കിഫ്ബി ഉണ്ടല്ലോ, കിഫ്ബിയുടെ മുന്നോട്ടുള്ള പോക്ക് അതിലെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതും പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും. കാരണം ഈ കിഫ്ബി എന്ന് പറയുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ അതൊരു ബാധ്യതയായിരുന്നു. കിഫ്ബിക്കെതിരെ നിയമ പോരാട്ടം നടത്തിയതും CAG റിപ്പോർട്ട് വരെ എത്രയോ വട്ടം നിയമസഭയിൽ വെച്ച CAG റിപ്പോർട്ട് വരെ കിഫ്ബിയുടെ ആ മസാല ബോണ്ടിന്റെ വിവാദം അടക്കം നമുക്കറിയാം. കിഫ്ബിയുടെ ഈ നോംസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ തന്നെയും RBIയുടെ റിസർവ് ബാങ്കിന്റെ അണ്ടറിൽ വരുന്നതല്ല, മാത്രമല്ല കേന്ദ്ര സർക്കാർ നിയമവിരുദ്ധമാണ് എന്ന രീതിയിലൊക്കെ വലിയ രീതിയിൽ നിയമ പോരാട്ടമൊക്കെ നടത്തിയതാണ് കിഫ്ബിയെ ചൊല്ലി. അപ്പോൾ പ്രതിപക്ഷത്തായിരുന്ന UDF അന്ന് കിഫ്ബിക്കെതിരെ വിമർശനം ഉന്നയിച്ചതാണ്. കിഫ്ബി ആയിരുന്നു സർക്കാരിന്റെ ഒരു ബാധ്യത എന്ന രീതിയിൽ അന്ന് പ്രതിപക്ഷത്തിന് UDF പറഞ്ഞു. സ്വാഭാവികമായും അവർ ഭരണപക്ഷത്ത് വരുമ്പോൾ സർക്കാരിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തികമായ നട്ടലൊടിക്കാനുള്ള ഒരു പ്രധാന കാരണമായി കിഫ്ബിയെ അന്നും ഇന്നും UDF ഉയർത്തിക്കാട്ടിയിരുന്നു. അങ്ങനെ വരുമ്പോൾ മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, കിഫ്ബിയിൽ ഒരു പിടിമുറുക്കുന്നു സർക്കാർ. മാത്രമല്ല, കിഫ്ബിയിലെ ജീവനക്കാരുടെ എണ്ണം നോക്കുന്നു, ആ എണ്ണം വെട്ടിക്കുറയ്ക്കുന്നു. കിഫ്ബിയുടെ പദ്ധതികളിൽ പോലും ഇനി മുന്നോട്ടുള്ളത് എങ്ങനെ ആയിരിക്കണമെന്ന് വിശദമായി തന്നെ പഠിക്കുകയാണ്. അത് ഈ KM ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ വിദഗ്ധ സമിതി
പഠിച്ച പഠന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചാൽ ഉറപ്പായും കിഫ്ബി ഇനി എങ്ങനെ മുന്നോട്ട് പോകും, കിഫ്ബിയെ എങ്ങനെ നിലനിർത്താം. പക്ഷേ കിഫ്ബിയെ പൂർണ്ണമായും ഒഴിവാക്കുന്നു എന്ന് പ്രതീക്ഷിക്കുക വേണ്ട. കാരണം കിഫ്ബിയെ അങ്ങനെ പൂർണ്ണമായി പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ല. കാരണം കിഫ്ബി ഏറ്റെടുത്ത പദ്ധതികൾ നിരവധി ലക്ഷക്കണക്കിന് പ്രോജക്റ്റുകൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. അതൊന്നും പാതി വഴി നിൽക്കാൻ പറ്റില്ല. പക്ഷേ അതിന്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ്? അപ്പോൾ കിഫ്ബിയുടെ അനാവശ്യമായ ചിലവുകൾ ഒരു ഭാഗത്തുണ്ട്. കാരണം ഈ ജീവനക്കാരുടെ എണ്ണം കൂടുതലാണെന്ന് പറയുന്നു. അപ്പോൾ ഈ അനാവശ്യമായ ഒഴുക്കൾ ഉൾപ്പെടെ തടഞ്ഞ് കിഫ്ബി മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ അത് ആ കിഫ്ബിയിൽ എങ്ങനെയാകും പിടിമുറുക്കുക, കിഫ്ബിയുടെ മുഴുവൻ പദ്ധതികൾ എങ്ങനെ മുന്നോട്ട് പോകും, ഇതൊക്കെ തന്നെ ഇന്ന് പുറത്തിറക്കുന്ന ധവളപത്രത്തിൽ ഉറപ്പായും വ്യക്തത വരുത്തുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ക്യാബിനറ്റിൽ ഈ KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത, അതിൻ്റെ ഒരു വിശദാംശങ്ങൾ, അതിലൊക്കെ ഒരു തീരുമാനം അത് പ്രതീക്ഷിക്കാം ഇന്നത്തെ ക്യാബിനറ്റിൽ. അതെ, ഇന്ന് രാവിലെ 8 മണിക്ക് മന്ത്രിസഭാ യോഗം ചേരുന്നു. കാരണം 9 മണിക്ക് നിയമസഭയിൽ മന്ത്രിസഭാ യോഗം ചേർന്ന ശേഷം ഈ ധവളപത്രത്തിന് അംഗീകാരം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് രാവിലെ മന്ത്രിസഭാ യോഗം ചേരുകയാണ്. ആ മന്ത്രിസഭാ യോഗത്തിലാണ് KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. അത് ഇതിനു മുമ്പ് ചേർന്ന 3 മന്ത്രിസഭാ യോഗത്തിൽ അതിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്തില്ല. പക്ഷേ ഇന്ന് അത് ചർച്ച ചെയ്യും. കാരണം 15-ാം തീയതി മുതൽ യാത്ര പ്രാബല്യത്തിൽ വരേണ്ടതാണ്. അപ്പോൾ ആ വിശദാംശങ്ങൾ നമുക്ക് പ്രധാനമായി ജനങ്ങൾക്ക് അറിയേണ്ടത്, അല്ലെങ്കിൽ വ്യക്തത സർക്കാർ അതിൽ വരുത്തേണ്ടത്, ഏതൊക്കെ ബസ്സുകളിലാണ് ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെ നമുക്കറിയാം ആ ബസ്സുകളിലൊക്കെ ഉണ്ടോ, അത് മുഴുവൻ സ്ത്രീകൾക്കുമുണ്ടോ, ഇതിനൊരു ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രായം വെക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിലുള്ളവരെ പരിഗണിക്കുന്നുണ്ടോ, എങ്ങനെയാണ് എന്നതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. സൗജന്യയാത്ര എന്ന് മാത്രമേ സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. അതൊക്കെ തന്നെ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം ആ നിർദ്ദേശങ്ങൾ ഇതിനകം സർക്കാരിന്റെ കയ്യിലുണ്ട്. ആ നിർദ്ദേശങ്ങൾ ഇന്ന് മന്ത്രിസഭയിൽ അവതരിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും അതിനൊരു അംഗീകാരം അന്തിമമായി നൽകുകയും ചെയ്യും. അതിനുശേഷം മാത്രമേ അതിന്റെ വിശദാംശങ്ങൾ സർക്കാർ പുറത്തിറക്കുകയുള്ളൂ. നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഓർഡിനറി ബസ്സിലും ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിലും അടക്കം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഉണ്ടാകുമെന്ന് തന്നെയാണ്. പ്രത്യേക ഒരു ഏജ് ഗ്രൂപ്പ് ഉണ്ടാവുകയില്ല എന്നൊക്കെ തന്നെയാണ്. അതിന് നമുക്ക് ചില വിശദാംശങ്ങൾ വ്യക്തമല്ല, പക്ഷേ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അങ്ങനെ തന്നെയാണ്. മായ.